ചിരിപ്പിക്കാനാണ് അവിടെ പോകുന്നതെങ്കിലും കരയിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു വിളി തിരിച്ച് കേൾക്കാനില്ല, നമുക്ക് സങ്കടം. ഇത് ഞാൻ പറയുമ്പോൾ നോർമലായിട്ടുള്ള ആളുകൾക്ക് സങ്കടം വരും, നമുക്ക് സങ്കടം വരും. അതങ്ങനെ ആയിപ്പോകുന്നു. മഞ്ജു ചേച്ചിക്ക് പെട്ടെന്ന് റിലേറ്റ് ആവാറുണ്ട്, മിക്ക സാധനങ്ങൾ പറയുമ്പോഴും പുള്ളി പെട്ടെന്ന് ഇമോഷണൽ ആവാറുണ്ട്, സ്റ്റേജിലേക്ക് ഓടി വരാറുണ്ട്, ഹഗ് ചെയ്യാറുണ്ട്. ഞാൻ ചിലപ്പോൾ രാത്രിയൊക്കെ എനിക്ക് ഭയങ്കര സങ്കടങ്ങൾ വരുന്ന, നമ്മൾ ഗേൾസ് ആണല്ലോ, അപ്പോൾ ഈ കുട്ടികളില്ലാത്ത കാര്യമൊക്കെ വരുമ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ മഞ്ജു ചേച്ചിക്ക് ഒരു ദിവസം ഇങ്ങനെ മെസ്സേജ് വിട്ട്, പുള്ളിക്കേടി ഇതൊക്കെ ശരിയാവും. അങ്ങനെ ഒരു നമ്മുടെ ഇടയിൽ ഒരു ആത്മബന്ധം കിടപ്പുണ്ട് സ്ക്രീനിന് പുറത്ത്. അപ്പോൾ നോർമലി ഞാൻ അവിടെ നിന്ന് അങ്ങനെ ഒരു രീതിയിൽ കരയുമ്പം അറിയാവുന്ന ഒരാളാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ എനിക്കറിയാം അവൾ എന്തിനാ കരയുന്നതെന്ന് എന്ന രീതിക്ക് അവൻ ചേച്ചി അന്ന് ഓടി വന്നു. ഇത്ര വർഷങ്ങളായിട്ട് 10 വർഷമല്ലേ? ഞാൻ ചില ആൾക്കാരുടെ കമന്റ്സ് ഉണ്ട് 19 വർഷം ആയിട്ട് കുട്ടികളായിട്ടില്ല എന്നൊക്കെ പറയും. അതിന്റെ കമന്റ് ബോക്സ് വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട് കേട്ടോ, ഈ ദൈവം ഇങ്ങനെ കണക്ക് കൂട്ടിയേക്കും, ഇവൾക്ക് ആ കുഞ്ഞ് പറ്റൂല്ലെങ്കിൽ അവൾക്ക് തന്നെ കൊടുക്കാം, ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇത് കൊടുക്കൂല, ഇവള് പ്രസവിച്ചിട്ട് ജനൽ വഴി എടുത്ത് കളയും, എങ്കിൽ അവൾക്ക് തന്നെ കൊടുക്കാം. അങ്ങനെ ഇങ്ങനെ കുറച്ച് ആളുകളെ ഇങ്ങനെ കണക്കൂട്ടിയിട്ട് അവർക്ക് മാത്രം കൊടുക്കാനായിട്ടൊരു ദൈവം മുകളിൽ ഹാജർ ബുക്കട്ടിരിപ്പുണ്ടെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഈ സ്ത്രീകളുടെ ആ ഒരു എപ്പിസോഡിൽ ഇങ്ങനെ പറയണ്ടായിരുന്നല്ലോ, പുസ്തകത്തിന്റെ ഉള്ളിൽ വെക്കുന്ന മയിൽപ്പീലി പോലെയാണ്. ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ചില ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, വിശേഷമായില്ല. അത് ഇവരിങ്ങനെ 18 വയസ്സ് കെട്ടിക്കണം, 22 വയസ്സാകുമ്പോൾ ജോലി വേണം, ജോലി കിട്ടിക്കഴിഞ്ഞാൽ കൊച്ചിൻ്റെ കാര്യം നോക്കണം, ഒരു കൊച്ചായി കഴിഞ്ഞാൽ അതിന് കൂട്ട് വേണം, ഇവർ 2 ആയി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കാര്യം നോക്കി വീട്ടിലിരിക്കണം. ഇതിങ്ങനെ നമ്മൾ ഇതെവിടെ ആരും മുറിച്ച് കിടക്കരുത് എന്ന് എത്ര ഇപ്പോൾ ഇതാണെന്ന് പറഞ്ഞത്, മുറിച്ച് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോ ദിവസം രാവിലെ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് തോന്നും ഈ മൈപ്പീല് പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറ്റില്ലേന്ന് ചോദിക്കുന്ന പോലെ തോന്നാറുണ്ട്. അത് ചിലപ്പോൾ എനിക്ക് കുറേ പേർക്കുള്ള മറുപടി കൂടി ഞാനത് കൊടുത്തതാണ് ശരിക്കും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. നമ്മൾ ഈ സ്റ്റാൻഡപ്പ് കോമഡീസിലൊക്കെ ഇങ്ങനെ വായി തോന്നിയത് വിളിച്ച് പറയാതെ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞ്, അതായത് സീരിയസ് കാര്യങ്ങളാണെങ്കിലും നർമ്മത്തിൻ്റെ ഭാഷയിൽ നമ്മൾ ചിരിപ്പിച്ച് കാര്യമായിട്ട് പറയുന്ന ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൾറെഡി എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് മായ വി. വെൽക്കം. ഞാൻ ആദ്യമായിട്ട് മായാവിനെ കണ്ടു. നമ്മൾ ഈ മായാവിന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു സമയം വരെ ബാലരമയിലും മായാവിന്നൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നീട് അത് സലീംകുമാർ ഏട്ടൻ്റെ റിലേറ്റഡായി, ഇപ്പോൾ മായാവി ആയിട്ട് മാറിയിരിക്കുകയാണ്. മായാവി അല്ലേ? അതെ. അപ്പം എൻ്റെ അമ്മയുടെ പേരാ വാസന്തി. അപ്പം ഇപ്പം മുതൽ ഈ മായാവി ആയത്? മായാവി എന്നൊരു എൻഷ്യലായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് ഒരു ഡോട്ടുണ്ട്. നമ്മൾ കുറച്ച് സർട്ടിഫിക്കറ്റൊക്കെ ഈ പാസ്പോർട്ടൊക്കെ എടുക്കാൻ പോയപ്പോൾ 2-3 എണ്ണത്തിൽ ഈ ഡോട്ടില്ല. അപ്പം അങ്ങനെ അത് ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ട് മായാവി എന്നാക്കി. അപ്പം റിയൽ നെയിം ഒഫീഷ്യലി മായാവി സ്പേസ് ഉണ്ട് ഇടയ്ക്ക്, ഡോട്ടില്ലെന്നേ ഉള്ളൂ, ഒരു സ്പേസ് ഉണ്ട്. അപ്പം മായാവി, പിന്നെ മായാവി എന്ന് വിളിക്കാൻ ഇപ്പം എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം ഇഷ്ടമാണ്. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വിളിക്കുമായിരുന്നു കുട്ടികൾ. അന്ന് നമുക്ക് ടെൻഷനല്ല, നമ്മൾ കളിയാക്കുമായിരുന്നു മായാവി. അന്ന് നമ്മുടെ മനസ്സിലെ മായാവിക്ക് മറ്റേ ഇതല്ലേ, മരത്തിലൊക്കെ കയറുന്ന. അപ്പം അങ്ങനെ ഒരു കുട്ടിച്ചാത്തൻ്റെ ഇത് കിടക്കുന്നുണ്ട്. അന്ന് എനിക്കിത് ഇഷ്ടമില്ല. പിന്നെ നമുക്ക് അന്ന് ഫ്രണ്ട്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കൂടെ നടക്കുന്നവർക്ക് ഇങ്ങനെ കുട്ടൂസൻ ലുട്ടാപ്പി എന്നൊക്കെ പേര് വീഴും. അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഈ മമ്മൂക്കയുടെ സിനിമയൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പം നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇഷ്ടപ്പെട്ടു. ഈ നമ്മളിപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ പല സ്റ്റാൻഡപ്പ് ചെയ്യുന്ന വിഷയങ്ങളും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് ഭയങ്കര നർമ്മത്തിന്റെ രൂപത്തിൽ അങ്ങ് പറഞ്ഞു തീർക്കും. എന്നാ മുഖത്ത് യാതൊരുവിധ എക്സ്പ്രഷനും ഇല്ല. അതെങ്ങനെ പറ്റുന്നത്? അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ചില കോമഡി സിറ്റുവേഷൻ കിട്ടുമ്പോഴാണ് അവർ സ്റ്റാൻഡപ്പിലേക്ക് കണ്ടന്റായിട്ട് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ചിലർ എന്നോടൊരു കണ്ടന്റ് പറയുമ്പോൾ, ഞാനിപ്പോൾ അല്ലെങ്കിൽ സ്ത്രീ ബാല്യകാലം എന്നൊക്കെ പറയുമ്പോൾ അതിലൊന്നും ഇല്ലടി, നമ്മളെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, അങ്ങനെ തോന്നും. അപ്പം എനിക്കിപ്പോൾ പറയാൻ പറ്റിയൊരു വേദി എന്ന് പറയുന്നത് വമ്പർച്ചിരിയുടെ വേദിയാണ്. അപ്പം എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നതിനെ പറ്റി ഹാസ്യവൽക്കരിച്ച് പറഞ്ഞാൽ ആളുകൾ കുറെ കൂടി ഇത് ശ്രദ്ധിക്കും. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ ഹാസ്യവൽക്കരിച്ച് നമുക്ക് പബ്ലിക്കിൽ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കേൾക്കുന്ന ആളെ ഇങ്ങനെ അവരെയും കൂടി ഇത് റിലേറ്റ് ചെയ്യിക്കുക, അങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങനെയാണ് ഞാൻ കണ്ടന്റ് എടുക്കുന്നത്. ഇപ്പം എന്തെങ്കിലും എൻ്റെ മുന്നിലൊരു ഇപ്പം എന്തെങ്കിലും റോഡിൽ എന്തെങ്കിലും ഒരു അപകടം നടന്നാൽ
ആളുകൾ ഞാൻ പിന്നീട് അതിനെപ്പറ്റി ചിന്തിക്കുന്നത് ഈ അപകടം ഇങ്ങനെ നടക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അപ്പോൾ ഇതിനെ ഹാസ്യവൽക്കരിച്ച് എനിക്ക് പറയാനുള്ളത് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ കണ്ടന്റ് എടുക്കും. ഈ സ്വന്തമാണോ അപ്പോൾ ഓരോ സ്റ്റാൻഡപ്പിന് വേണ്ടിയിട്ട് സ്റ്റാൻഡപ്പ് എന്ന് വെച്ചാൽ ഞാൻ സ്വന്തമായിട്ട് എടുത്താന്ന് വെച്ചാൽ ചിലരോട് ചോദിക്കും. നമുക്ക് എല്ലാവർക്കും ഓരോ ശൈലിയുണ്ട്. ചില ആളുകൾ പറയും ഞാൻ സ്വന്തമായിട്ട്, എനിക്ക് സ്വന്തമായിട്ട് അത്ര വലിയ കഴിവൊന്നുമില്ല, എങ്കിലും ഞാൻ എടുക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ചോദിക്കും. ചിലരോട് ഇങ്ങനെ ആയിരിക്കുമോ, മറ്റുള്ളവർക്കത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പം അങ്ങനെ ചോദിച്ചിട്ട് ഞാൻ എടുക്കാറുണ്ട്. ഇങ്ങനെ റിയൽ ലൈഫിൽ ഇങ്ങനെയാണോ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കുറേ പേര് നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആയിരിക്കും റിയൽ ലൈഫിൽ? റിയൽ ലൈഫിൽ ഫുൾ ടൈം അങ്ങനെ നമ്മൾ കോമഡി ഒന്നും പറയില്ല. എല്ലാവരോടും സംസാരിക്കാൻ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. എല്ലാവരും സംസാരിക്കും. പിന്നെ ഞാനിങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കോമഡികളോട് എനിക്ക് താല്പര്യമില്ല. ഒരാൾ ഇപ്പം ഞാൻ മസ്താനിയോട് കോമഡി പറയുമ്പോൾ മസ്താനി ചിരിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെയും പറയും. മസ്താനിക്ക് വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള കോമഡികൾ നിങ്ങൾ ചിരിച്ച് മറ്റൊരാളുടെ മുഖം പാടുന്ന കോമഡികൾ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ആസ്വദിക്കാറുമില്ല, ഞാൻ മറ്റൊരാളോട് അങ്ങനെ ചെയ്യാറുമില്ല. ഈ ഓരോ സ്റ്റാൻഡപ്പ് കഴിയുമ്പോഴും അത് നിർത്തുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് കൊടുത്തിട്ടായിരിക്കും. അതെങ്ങനെ മനഃപൂർവ്വമായിട്ട് അങ്ങനെ വേണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയിൽ അങ്ങ് വരുന്നതാണോ? വേണം എന്ന് പറയാൻ, ഞാനിപ്പോൾ ഒരു സംഭവം ഹാസ്യമായിട്ട് എടുക്കുമ്പം നമ്മളിപ്പോൾ ഞാൻ സ്ത്രീകളെ പറ്റി എടുത്ത് അല്ലെ ബാല്യകാലത്തെ പറ്റി, അതിൽ കുറേ കോമഡി ഉണ്ട്. ശരിക്കും അതിൻ്റെ അവസാനം ഞാനൊരു ഫാക്റ്റ് പറയുന്നതാണ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്നതാണ്. അത് അനുഭവിച്ചവർക്ക് പെട്ടെന്ന് റിലേറ്റഡ് ആയിട്ട് മനുഷ്യരല്ലേ, അവർക്കപ്പോൾ സങ്കടം വരും. അത് പറയുന്നതിന് മുമ്പ് ചിലപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ടായിരിക്കും ഞാൻ അവിടെ ചെന്ന് പറയുന്നത്. അങ്ങനെയുണ്ട്. അത് ഞാൻ പറയാൻ വന്നത്, ചിരിപ്പിക്കാനാണ് അവിടെ പോകുന്നതെങ്കിലും കരയിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അതിപ്പോൾ ഞാൻ മസ്താനോട് ഭയങ്കരമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയാം. ചിലപ്പോൾ എൻ്റെ അമ്മയുടെ കാര്യങ്ങളും എൻ്റെ അച്ഛൻ്റെ കാര്യം, എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ്, അമ്മ ഇങ്ങനെയാണ്, രാവിലെ വിളിച്ചുണർത്തി ഇങ്ങനെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ അത് കഴിക്കില്ല, നീ ഇങ്ങനെ കുറേ പറയും. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫിൽ ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു വിളി തിരിച്ച് കേൾക്കാനില്ല, നമുക്ക് സങ്കടം. ഇത് ഞാൻ പറയുമ്പോൾ നോർമലായിട്ടുള്ള ആളുകൾക്ക് സങ്കടം വരും, നമുക്ക് സങ്കടം വരും. അതങ്ങനെ ആയി പോകുന്നതാണ്. ചിലപ്പോൾ പെട്ടെന്ന് അതിലേക്കായി പോകില്ല ആളുകൾ. അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മുടെ അമ്മയെപ്പറ്റി ചിന്തിക്കും, അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കാലത്തെ പറ്റി ചിന്തിക്കും, നമ്മുടെ സിറ്റുവേഷൻ ആലോചിക്കും, അങ്ങനെ സങ്കടം വരുന്നതാണ്. എപ്പോഴെങ്കിലൊക്കെ എല്ലാം നമുക്കിപ്പം ആലോചിച്ച് തിങ്ക് ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം റിയൽ ലൈഫിൽ നിന്നുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസോ അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഇതിലേക്ക് കൊണ്ടുവരാറുണ്ടോ? എനിക്ക് ചിലരോട് പറയാനുള്ള മറുപടികൾ ഞാനിതിലൂടെ പറയാറുണ്ട്. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ പറയാറുണ്ട്, അവളോട് സംസാരിക്കണം, അവളതിന് ഉത്തരം അവിടെ പോയിരിക്കും, കോംപ്ലിക്കേറ്റ് പറയില്ല, അവിടെ പോയി ഒന്ന് പറയാറുണ്ട് എന്ന് പറയും. പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുമെന്നേ. ചിലപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളോട് ആളുകൾ സംസാരിക്കുമ്പം നമുക്ക് സങ്കടമാവുന്ന കാര്യങ്ങൾ പിന്നീട് നമുക്ക് അതിനുള്ള ഉത്തരം അന്നേരം പറയാൻ പറ്റുന്നത് നമുക്ക് ഹാസ്യവൽക്കരിച്ചൊക്കെ പറയാൻ പറ്റും അവിടെ. അങ്ങനെയുണ്ട്. എനിക്ക് മഞ്ജു ചേച്ചിക്ക് പെട്ടെന്ന് റിലേറ്റ് ആവാറുണ്ട്. മിക്ക സാധനങ്ങൾ പറയുമ്പോഴും പുള്ളി പെട്ടെന്ന് ഇമോഷണൽ ആവാറുണ്ട്, സ്റ്റേജിലേക്ക് ഓടി വരാറുണ്ട്, ഹഗ് ചെയ്യാറുണ്ട്. കൂടുതലും കണക്ട് ആവുന്നത് മഞ്ജു ചേച്ചിക്കാണ്. മഞ്ജു ചേച്ചി ഞാൻ ചിലപ്പോൾ ഇടയ്ക്ക് മെസ്സേജ് വിടാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ത്രീ ആയതുകൊണ്ട് തന്നെ സ്ത്രീ സംബന്ധമായി നമുക്കല്ലേ, ഞാൻ ചിലപ്പോൾ രാത്രിയൊക്കെ എനിക്ക് ഭയങ്കര സങ്കടങ്ങൾ വരുന്ന, നമ്മൾ ഗേൾസ് ആണല്ലോ, അപ്പോൾ ഈ കുട്ടികളില്ലാത്ത കാര്യമൊക്കെ വരുമ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ മഞ്ജു ചേച്ചിക്ക് ഒരു ദിവസം ഇങ്ങനെ മെസ്സേജ് വിട്ടു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡപ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്റ്റാൻഡപ്പ് കഴിഞ്ഞപ്പം പുള്ളിക്കാരി ഇങ്ങനെ അമ്മയെപ്പറ്റി ഭയങ്കര വാചാലമായിട്ട് ഇങ്ങനെ പറയാം. അപ്പോൾ ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, മഞ്ജു ചേച്ചി വിചാരിക്കുമോ അവൾ എന്താ മിണ്ടാതിരുന്നേ, കാരണം ഞാൻ എന്തെങ്കിലും മിണ്ടിയാൽ കരഞ്ഞു പോകുമോ എന്നൊരു പേടിയുണ്ടാണ് ഞാൻ സൈലൻ്റ് ആയിട്ടിരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ മഞ്ജു ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാനൊന്ന് മിണ്ടാതിരുന്ന് ഇങ്ങനെ കൊണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ഇതൊക്കെ ശരിയാവും. അങ്ങനെ നമ്മുടെ ഇടയിൽ ഒരു ആത്മബന്ധം കിടപ്പുണ്ട് ആ സ്ക്രീനിന് പുറത്ത്. അപ്പോൾ നോർമലി ഞാൻ അവിടെ നിന്ന് അങ്ങനെ ഒരു രീതിയിൽ കരയുമ്പം അറിയാവുന്ന ഒരാളാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ എനിക്കറിയാം അവൾ എന്തിനാണ് കരയുന്നതെന്ന് എന്ന രീതിക്കാണ് മഞ്ജു ചേച്ചി അന്ന് ഓടി വന്നത്. ഈ സ്ത്രീകളുടെ ആ ഒരു എപ്പിസോഡിൽ ഇങ്ങനെ പറയണ്ടായിരുന്നല്ലോ, പുസ്തകത്തിന്റെ ഉള്ളിൽ വെക്കുന്ന മയിൽപ്പീലി പോലെയാണ്. ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് നോർമലാണ്. നമ്മളിപ്പോൾ കണ്ട മസൻ കല്യാണം കഴിഞ്ഞാണോ ചോദിക്കുമ്പോൾ ആ കല്യാണം കഴിഞ്ഞ കുട്ടികൾ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ കുട്ടികൾ ഓക്കെ, ഞാൻ പറയുന്നത് ശാരീരിക ഘടന വെച്ച് നമുക്കിത് ഒളിച്ചു വെക്കാൻ പറ്റുന്ന സാധനമല്ല, നമ്മുടെ വയറ് തീർത്തിരുമ്പോൾ നമുക്കറിയാൻ പറ്റും. എങ്കിലും ചില ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, വിശേഷമായില്ല. അത് ഇവരിങ്ങനെ 18 വയസ്സ് കെട്ടിക്കണം, 22 വയസ്സാകുമ്പോൾ ജോലി വേണം, ജോലി കിട്ടിക്കഴിഞ്ഞാൽ കൊച്ചിൻ്റെ കാര്യം നോക്കണം, ഒരു കൊച്ചായി കഴിഞ്ഞാൽ അതിന് കൂട്ട് വേണം, ഇവർ രണ്ടും ആയി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കാര്യം നോക്കി വീട്ടിലിരിക്കണം. ഇതിങ്ങനെ നമ്മൾ ഇതെവിടെ ആരും മുറിച്ച് കിടക്കരുത് എന്ന് എത്ര ഇപ്പം ഇതാണെന്ന് പറഞ്ഞാൽ ഇത് മുറിച്ച് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൽ കുറേ സ്ത്രീകൾ പെട്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എനിക്ക് എപ്പോഴും വരാറുണ്ട്. ഫസ്റ്റ് ഒരു കുട്ടിയായാലും ഇല്ല ഇപ്പം നോക്കുന്നില്ല. അതല്ലാണ്ട്
പിന്നെ ഇതിങ്ങനെ ഓരോ ദിവസം രാവിലെ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് തോന്നും ഈ മൈക്കിൽ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറ്റില്ലേ എന്ന് ചോദിക്കുന്ന പോലെ തോന്നാറുണ്ട്. അത് ചിലപ്പോൾ എനിക്ക് കുറേ പേർക്കുള്ള മറുപടി കൂടി ഞാനത് കൊടുത്തതാണ് ശരിക്കും. പക്ഷെ ആ വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇപ്പം അമ്മ ഇപ്പൊ ഇത്ര വർഷങ്ങളായിട്ട് 10 വർഷമല്ലേ, ഞാൻ ചില ആൾക്കാർ 9, ചില ആൾക്കാരുടെ കമന്റ്സ് ഉണ്ട് 19 വർഷം ആയിട്ട് കുട്ടികളായിട്ടില്ല എന്നൊക്കെ പറയും. അതിന്റെ കമന്റ് ബോക്സ് വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും ആളുകൾ ഈ ഒരു പെയിൻ നടക്കുന്നുണ്ടോന്ന് പോലും ഞാൻ ഞെട്ടിപ്പോയി. അപ്പോഴെനിക്ക് മനസ്സിലായത് അത്രയും ആൾക്കാർ അതെന്തുകൊണ്ട് ആ ഒരു എപ്പിസോഡ് വൈറലായെന്നും അതെന്തുകൊണ്ട് ആൾക്കാർക്ക് അത്ര കണക്റ്റഡ് ആയിരുന്നു. കാരണം കുറേ ഷെയറും കുറേ സാധനങ്ങൾ പോയൊരു എൻറ്റയർ ഇത്ര വർഷം ചെയ്ത സ്റ്റാൻഡപ്പിൽ ഇത്രയും ആളുകൾ ഏറ്റെടുത്ത ഒരു സാധനം അതിലൊന്ന് ആ ഒരു എപ്പിസോഡാണ്. അപ്പോൾ അതെന്തുകൊണ്ട് അത്രയും പോയിന്ന് എനിക്ക് ആ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സ് വായിച്ചപ്പോഴാണ് മനസ്സിലായത്. അതെ, കുറേ പേരിങ്ങനെ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നമ്മൾക്ക് എപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ച് എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നാൽ പ്രശ്നമാണ്. അവർക്ക് അവരുടെ ഇമോഷൻസ് ചിലപ്പം ആദ്യത്തെ ദിവസം നമുക്ക് കുട്ടികളില്ല ഹസ്ബൻഡിനോട് പറയും, 2ാമത്തെ ദിവസം പറയും, 3ൻ്റെ അന്ന് നീ ഇത് നിർത്താറായില്ലേ എന്ന് ചോദിക്കും. ചിലപ്പോൾ മറ്റുള്ളവരോടാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനോടാണെങ്കിലും അത് ആവോടി നീ ഇത് കള എന്ന് മാത്രം ചുരുങ്ങുന്ന വാക്കുകളാവും. അപ്പോഴിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ കുറേ പേരുണ്ട്. എനിക്ക് ഇൻബോക്സിൽ ഒരുപാട് മെസ്സേജ് വന്നു, ചേച്ചി ഞങ്ങൾക്ക് ഇങ്ങനെയല്ല. പിന്നെ കുറേ പേര് അവിടെ ഒരു ക്ഷേത്രമുണ്ട്, അവിടെ ഒരു പള്ളിയുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ഡോക്ടറുണ്ട്. ഇവരൊക്കെ നമ്മളിങ്ങനെ ചിലപ്പോൾ എൻ്റെ സങ്കടം കണ്ടിട്ടായിരിക്കും ഇതുപോലെ. അപ്പോൾ ഈ ചില ആശ്വസിപ്പിക്കുന്നവർക്കും കുട്ടികളില്ലാത്തവരാണ്. അപ്പം അങ്ങനെ കുറേ പേരിങ്ങനെ അനുഭവിക്കുന്നുണ്ട്. എന്നിട്ട് തമാശ രീതിക്ക് ഞാനത് പറഞ്ഞെങ്കിലും ഞാൻ എന്തിനാണ് കരഞ്ഞത് എങ്ങനെയാണെന്ന് ആളുകൾക്ക് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഇപ്പം നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണെങ്കിലും ഏറ്റവും വലിയ സപ്പോർട്ട് ശരിക്കും പാർട്ട്ണറാണ്. ഭയങ്കര പ്രൗഡായിട്ടാണ് ഇന്ന ആളുടെ ഹസ്ബൻഡാന്ന് ബയോയിലൊക്കെ എഴുതിയിട്ടത് ഞാൻ കാണുന്നത്. എന്താ നിങ്ങൾ ലവ് മാരേജ് ആണോ? ഞങ്ങൾ 9 വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നെ എങ്ങനെയാണോ പുള്ളിക്കാരൻ കല്യാണം കഴിച്ചത്, എങ്ങനെയാണോ ഞാൻ പുള്ളിക്കാരൻ്റെ കയ്യിൽ അന്നിരിക്കുന്നത്, അതുപോലെ തന്നെ പുള്ളി എന്നെ ഇപ്പോഴും നോക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ കാര്യമാണ്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ നീ പോണില്ലേ ചെയ്യുന്നില്ലേ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ പറയാം സ്റ്റാൻഡപ്പ്. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പുള്ളിക്കാരൻ പറയണേ നമുക്ക് നാളെ ഒരു കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ നീ പറയണേ അയ്യോ എനിക്കെങ്ങും എത്താൻ പറ്റില്ല, അതുകൊണ്ട് എൻ്റെ ആഗ്രഹം കൊച്ചിൻ്റെ തലയിൽ കൊണ്ട് അങ്ങനെ പറ്റൂല, നിനക്ക് മരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പം അങ്ങനെ പറയുന്നൊരു മനുഷ്യനാണ്. എന്നെ അതുപോലെ നോക്കുന്ന സ്നേഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര പ്രൗഡല്ലേ. ചിലപ്പം എൻ്റെ കൂടെയുള്ള കുറേ കൂട്ടുകാരികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയണം ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കും, നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് ആക്ട് ചെയ്യും, പക്ഷേ കല്യാണം കഴിഞ്ഞ് പുള്ളിക്ക് ഒന്നും താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അഹങ്കരിക്കാനുള്ളതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം എന്നോട് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിന്റെ ഇഷ്ടങ്ങൾ എന്താണോ എങ്കിൽ പുള്ളി കുറച്ച് സൈലന്റ് പേഴ്സണാണ്, ഞാൻ കുറച്ച് സംസാരിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെയുള്ളവരാണ് ശരിക്കും നമ്മൾ പറയല്ലേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക എന്ന് പറയുന്നത്. ഞാൻ സംസാരിക്കുമ്പോൾ കേൾക്കാൻ ഒരാളല്ലേ വേണ്ട, അല്ലാതെ എൻ്റെ കൂടെ സംസാരിച്ച് ആരാണ് കേൾക്കാനുള്ളതെന്ന് തോന്നുന്നു. ഓക്കെ. ഏറ്റവും കൂടുതൽ പറയുന്നതും ഈ പറഞ്ഞ സ്ത്രീ വിഷയങ്ങളും ഹസ്ബൻഡിന്റെ അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ, അതാണ് ഫോക്കസ് ചെയ്യാൻ ഇഷ്ടം? അല്ല, ഞാൻ പബ്ലിക്കിൽ ഒരുപാട് രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്, പുരുഷന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പബ്ലിക്കിൽ റിലേറ്റഡ് ആവുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാനെടുക്കും. ഒരു വ്യക്തിയെ പറ്റി ഇങ്ങനെ എൻ്റെ അമ്മാവൻ അമ്മായി എന്ന് പറയാം, അതിനെയൊക്കെ ഞാൻ പറയുന്ന സ്റ്റാൻഡപ്പിൽ ഉൾപ്പെടുത്തുക എന്നല്ലാതെ അവരെ ഒരു കണ്ടന്റായിട്ട് അങ്ങനെ ഞാൻ എടുത്തിട്ടില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ? അങ്ങനെ പെട്ടെന്ന് പറയാം. ഇഷ്ടമുള്ള അങ്ങനെയില്ല. ഞാൻ അതായത് ഇപ്പം റീസെൻ്റ്ലി ഉള്ളൊരു സംഭവം, ചില ആളുകൾ കോമഡികൾ വഴിയാണ്, അതായത് ചില ആളുകൾ മറ്റേ കോമഡി കണ്ടന്റ് കാണുമ്പോഴാണ് അത് എടുക്കാൻ തോന്നുന്നത്. അപ്പം എനിക്ക് റീസെൻ്റ്ലി തോന്നുന്ന കാര്യം നമ്മൾ കണ്ടാണ് കഴിഞ്ഞിടയ്ക്കൊരു കൈ 2 ഒടിഞ്ഞൊരു കുഞ്ഞിൻ്റെ ഇത് എപ്പോഴും ഇൻസ്റ്റ എടുക്കുമ്പോൾ അത് തന്നെ നമ്മൾ കണ്ടത്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കാം എന്നുള്ളതാണ്. അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ചെറുപ്പത്തിലെ നമ്മളറിയാതെ കുറേ കറിയൊക്കെ ഉണ്ടാക്കും. അപ്പം കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അധികം വരുമ്പം അമ്മ ഈ പറമ്പിൽ കൊണ്ട് കളഞ്ഞിട്ട് പറയാറുണ്ട്, നമ്മൾ 2 പേര് മാത്രമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ 4 പേരല്ലേ ഉള്ളൂ, എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി പോരെ, എന്തിനെ കൊണ്ട് കളയുന്നതെന്ന് പറയും. അപ്പം ഞാൻ ഈ കുട്ടിയുടെ കാര്യം ഉപദേശിച്ച് ഈ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ പോരെ, ആവശ്യമില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് കൊണ്ട് കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ ഈ ഒരു സംഭവം ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ കിടക്കുന്ന ഒരു കണ്ടന്റ് അവിഹിതമാണ് ശരിക്കും. അപ്പം ഞാൻ എടുക്കാൻ പോകുന്ന കണ്ടന്റ് അവിഹിതമാണ്. അപ്പം അതിലെനിക്ക് പറയാനുള്ളത് ഈ കുഞ്ഞിനോടുള്ള കുറച്ച് സംഭവമാണ്. പക്ഷെ അതെങ്ങനെ ഹാസ്യവൽക്കരിച്ച് ആളുകളിലേക്ക് എത്തിക്കും എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ അമ്മ പറയുന്നത് ആവശ്യം ഉണ്ടാക്കിയ പോരെ, കൊച്ചൻ നീ എന്തിനാ ഉണ്ടാക്കി കളയുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാനിത് ചിന്തിക്കുന്നതുകൊണ്ട് ഞാനത് ആ കൊച്ചിൻ്റെ അമ്മയോട് ഇങ്ങനെ പറയുന്നിട്ട് ഞാൻ ആലോചിക്കുക, ഈ പെണ്ണ് ആവശ്യം ഉണ്ടെങ്കിൽ പോരെ, ആവശ്യമില്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ഒരു കണ്ടന്റ് കിട്ടിയത് സീരിയസ് ഒരു ഇതിൽ നിന്നാണ്.
പക്ഷെ ഇത് പുറത്തിറങ്ങുന്നത് ഹാസ്യമായിട്ടായിരിക്കും, പക്ഷെ ആളുകൾക്ക് റിലേറ്റഡ് ആവും. സത്യം. എനിക്ക് ആ കുട്ടിയുടെ വിഷമം. അതെ അതെ അതെ. അയ്യോ അത് ഭയങ്കര ക്രൂവല്ല, അതൊരിക്കലും കാണിക്കാൻ പാടില്ല. അത് അങ്ങനെയുള്ളതിന് എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്ന സ്ഥലം ഇതാണ്. പല കാര്യങ്ങളും, കുഞ്ഞിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പ്രതികരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പം എനിക്കതിനെ ഇതൊരു ഹാസ്യമാണെന്ന് കേൾക്കുന്നവർക്ക് തോന്നും, പക്ഷെ അല്ല, എനിക്കത് പറയാൻ പറ്റുന്നതിനെ ഹാസ്യത്തിലോട്ട് കൊണ്ടുവന്നിട്ട് എനിക്ക് അതിനൊരു കൊട്ടു കൊടുക്കാൻ പറ്റും എന്നെനിക്ക് തോന്നാറുണ്ട്. സത്യം. അയ്യോ അത് ഞാൻ ഉണ്ടല്ലോ, നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ പോസ്റ്റുകൾ കാണും, പക്ഷെ എനിക്ക് ആ കുട്ടിയുടെ ഒരു റീല് കണ്ടായിരുന്നില്ലേ, ഒരു പുള്ളിനോട് സംസാരിക്കുന്നത്. ആ റീലിൽ അത് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതുകൊണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. എനിക്ക് കുറെ ദിവസത്തേക്ക് ഫസ്റ്റ് ഞാൻ ഈ റീല് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും ഇവൻ്റെ, ഇപ്പം ഞാൻ തമാശ രീതിക്ക് കുഞ്ഞുങ്ങളിലെ, അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ്റെ കയ്യിൽ ചെറുതൊന്നും അല്ലല്ലോ എന്ന് വെച്ച്, കാരണം കുഞ്ഞു വിചാരിച്ചു അപ്പം ഇവനിങ്ങനെ കുറുമ്പായിരിക്കും, അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചത്. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ആ റീൽ എവിടെയാണ് ഞാൻ കണ്ടത് എന്നുള്ളത് ഞാൻ അയ്യോ അങ്ങനെ. പിന്നെ ഞാൻ കുറച്ച് ദിവസം ഇൻസ്റ്റ എടുക്കുമ്പോൾ നമ്മൾ സെർച്ച് ബട്ടണിൽ എന്തെടുത്താലും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോസൊക്കെ ചുമ്മാ അതിങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാനതിന് വേണ്ടി രണ്ടുപേരും കുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ അതിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് എഴുതിയിടാനും ചില കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ എന്തിനാണ് ആളുകൾക്കറിയാം. പിന്നെ നമ്മൾ കീറി മുറിച്ച് എഴുതി അത് വലുതാക്കി നമ്മൾ ചിലതൊക്കെ നമ്മൾ ചില സമയങ്ങളിൽ മറക്കുന്നത് നല്ലതാണ്. പക്ഷെ ഉള്ളിൽ നിന്ന് മൊത്തത്തിൽ എടുത്ത് കളയണമെന്നല്ല, നമുക്കതൊരു വേദനയാണെങ്കിൽ ഭയങ്കര സങ്കടമാണ് നമുക്ക്. ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട് കേട്ടോ, ഈ ദൈവം ഇങ്ങനെ കണക്ക് കൂട്ടിയേക്കും, ഇവൾക്ക് ആ കുഞ്ഞ് പറ്റൂല്ലെങ്കിൽ അവൾക്ക് തന്നെ കൊടുക്കാം, ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇത് കൊടുക്കില്ല, ഇവള് പ്രസവിച്ചിട്ട് ജനൽ വഴി എടുത്ത് കളയും എങ്കിൽ അവൾക്ക് തന്നെ കൊടുക്കാം. അങ്ങനെ ഇങ്ങനെ കുറച്ച് ആളുകളെ ഇങ്ങനെ കണക്കൂട്ടിട്ട് അവർക്ക് മാത്രം കൊടുക്കാനായിട്ടൊരു ദൈവം മുകളിൽ ഹാജർ ബുക്കട്ടിരിപ്പുണ്ടെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. സത്യം. ചില ഇപ്പം മനപ്പൂർവ്വം ഈ പറഞ്ഞ പോലെ അബോട്ട് ചെയ്ത് കളയുന്ന ആൾക്കാരുണ്ട് കുട്ടി. അത് ഭയങ്കര ക്രൂവല്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കും. അത് തന്നെയാണ് സത്യം. അവർക്ക് എനിക്ക് തോന്നാറുണ്ട് ആ കൊച്ചിന് നേരെ ജീവി ഒരു കാലുണ്ടെങ്കിൽ ഇത് ഇറങ്ങി ഓടിയാണ്. സത്യം. അതിന് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞേനെ. എനിക്ക് ഇപ്പോഴാ കുട്ടിയുടെ ഫേസ് ഓർമ്മ വരുന്നത്. അത് ചിരിക്കാത്തൊരു മുഖമാണ് അതിന്റെ. ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് അതിങ്ങനെ നോക്കിയിരിക്കുക. പിന്നെ ഇതേപോലെ തന്നെ ഇപ്പം കുട്ടികൾ വർഷങ്ങളായിട്ട് കുട്ടികൾ ഇല്ലാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഇപ്പം സിറ്റുവേഷൻസ് കൊണ്ട് കളയേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. 3 മാസം 4 മാസം ഇരിക്കെ തന്നെ കുട്ടി അതായത് ഇല്ലാണ്ടായി പോകുന്ന ആളുകളുണ്ട്. ഞാൻ അങ്ങനെ ഒരു 4 മാസം എനിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ലാണ്ട് ഒഴിവാക്കിയ ഒരാളാണ് ഞാൻ, ഡോക്ടർ. പിന്നെ അതപ്പം അങ്ങനെ നമുക്കത് കിട്ടിയിട്ട് അതിന് കുറേ പ്രശ്നങ്ങളാണ്. അത് നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞ ഡോക്ടർമാരെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു ഇതാണല്ലോ. അപ്പം നമുക്കങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു പരീക്ഷണത്തിന് കൊണ്ടുവന്നിട്ട് പറ്റില്ല. അങ്ങനെ ഉള്ള ഒരാളാണ് ഞാനും. എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ സർവൈവ് ചെയ്ത്? കാരണം ലൈഫിൽ നടക്കുന്ന ഞാൻ പല കാണുമ്പോഴും ഞാൻ ഇപ്പം ആലോചിക്കാറുണ്ട്, ലൈഫിൽ നമുക്ക് തന്നെ കുറേ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാനുണ്ടാവും. പക്ഷെ അതൊക്കെ ഒരു ചെറിയ ചിരിയോടുകൂടി ഭയങ്കര നമ്മുടെ എല്ലാവരും ഉള്ളിലുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ മസ്താനി മുമ്പേ കണ്ടിട്ടുണ്ട്, ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ട്. മസ്താനി സോഷ്യൽ മീഡിയയിൽ ആളുകൾ മസ്താനി ഭയങ്കരമായിട്ട് പറയും, പഴയ വീഡിയോസ് കൊണ്ടുവരും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം മസ്താനിയുടെ കൂടെ നിൽക്കുന്ന ചുരുക്കം ചിലരേ ഉള്ളൂ. പക്ഷെ അതിനെയൊക്കെ മസ്താനി ഇങ്ങനെ തരണം ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് ഞാനേ ഉള്ളൂ, എനിക്ക് എന്നെ അറിയാം എന്നൊരു സംഭവം മസ്താനിയുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ ലോകത്തുള്ളവരോ എൻ്റെ വേദനകളൊക്കെ അതിൽ എനിക്ക് തരണം ചെയ്തേ പറ്റുള്ളൂ. ഞാനല്ലാതെ എൻ്റെ കാര്യം ആരാണ് തരണം ചെയ്തതെന്ന് തോന്നിയിട്ടുണ്ടല്ലേ മസ്താനി ഇപ്പം എൻ്റെ മുന്നിലിരുന്ന് ചിരിക്കുന്നത്. അതെല്ലാവരും ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഞാനും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാ ഈ ഒരു ജേർണിയിൽ? ഈ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ അമ്മയും അച്ഛനും വീട്ടുകാരൊക്കെ തന്നെയുണ്ട്. ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ടും ഉള്ള അധികമായിട്ടൊരു ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ് സർക്കിളുണ്ട്. എങ്കിലും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടോ? ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ വിളിച്ച് പറയുന്ന അങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെ കുറവാണ് ഇപ്പം. ഇവിടെ എല്ലാവരും തിരക്കുകളാണ്, അതാണ് സത്യം. പണ്ട് പഠിച്ചുള്ള എൻ്റെ ഒരു വിനീത എന്ന് പറഞ്ഞൊരു കൂട്ടുകാരിയുണ്ട്. അവള് എൻ്റെ നാട്ടിലുള്ള പവിത്രേശ്വരത്തുള്ളതാണ് വിനീത. അപ്പം അവളാണ് ഇപ്പം എന്തുണ്ടായാലും ഞാനിങ്ങനെ വിളിച്ച് പറയാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് ഫ്രണ്ട്സ്, രഞ്ജു, പിന്നെ ആൻസി, അങ്ങനെ കുറച്ച് പേരുണ്ട്. അങ്ങനെ അവരോട്ടൊക്കെ ഒരു കമ്പനി ഉണ്ട്. അവരും തിരക്കായിരിക്കും, നമ്മളും തിരക്കെങ്കിലും പെട്ടെന്ന് എനിക്ക് ഹലോ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കിട്ടുക, അല്ലെങ്കിൽ എടി എന്ന് പറഞ്ഞാൽ തിരിച്ച് പെട്ടെന്ന് റിപ്ലൈ തരുന്ന ശരത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. പിന്നെ ആദർശ് എന്ന് പറഞ്ഞ ഇവരൊക്കെ നമുക്ക് അങ്ങോട്ട് പെട്ടെന്നൊരു മെസ്സേജ് കിട്ടാൻ നമുക്ക് വിളി കേൾക്കാൻ പാകത്തിന് അവരിവിടെ ഉണ്ട്
അവരെ ഞാൻ അങ്ങനെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അവരെ വിളിച്ചാൽ അവർ ഓടി എത്തും എന്ന് പറയുന്ന കുറച്ച് പേര് സേഫായിട്ട് അവിടെ ഉണ്ട്. ഓക്കെ. ഇപ്പോൾ ഈ സ്റ്റാൻഡപ്പിന് കയറുന്ന സമയത്ത് എങ്ങനെയാ ഇത് ഓൾറെഡി ബൈ ഹാർട്ട് പഠിച്ച് അങ്ങനെയാണോ ഇത് ചെയ്യുക? ബൈ ഹാർട്ട് പഠിക്കാന്ന് വെച്ചാൽ നമ്മൾ ഈ സംഭവം കഴിഞ്ഞ് അടുത്തത് ഈ സംഭവം പറയണം, അങ്ങനെ നമ്മളിങ്ങനെ റെഡിയാക്കി വെക്കും. ചിലപ്പോൾ ചില വാക്കുകൾ നമുക്ക് കിട്ടാതെ വരും. അങ്ങനെയൊക്കെ ചിലപ്പോൾ ഞാൻ അവിടെ പോയി എന്ന് പറഞ്ഞാൽ പോയി എന്നുള്ള വാക്ക് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ ഒരു വാക്ക് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പോയി എന്നൊക്കെയുള്ള ഞാൻ അങ്ങോട്ട് ചെന്ന് പോയി കയറി ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകും. അപ്പം അങ്ങനെയുള്ള കുറച്ചെണ്ണം നമ്മളിങ്ങനെ മനസ്സിൽ വെക്കും. ചില വാക്കുകൾ ഇത് കഴിഞ്ഞിട്ട് ഒരു കണക്ഷൻ വേണമല്ലോ, അങ്ങനെ നമ്മൾ സിറ്റുവേഷൻ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കും. ഈ കയറുന്നതിന് മുന്നേ ഇങ്ങനെ ഇപ്പോഴും ഇപ്പോൾ കാരണം ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എന്നാലും സ്റ്റിൽ ആ ഒരു ടെൻഷൻ ഉണ്ടോ? ഓ ഞാൻ പറയുമ്പോൾ ഇവർ ചിരിക്കും, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടോ? അത് നമ്മൾ 3-4 ദിവസം നമ്മളിവിടെ ഗ്രൂമിങ്ങിന് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളിത് പറഞ്ഞ് ഇത് കോമഡി ആണോ നമ്മൾക്ക് തന്നെ തോന്നും. ഇത് നമ്മൾ ഡെയിലി ഇങ്ങനെ പറയുമല്ലേ, നമ്മൾ പറഞ്ഞിട്ട് ഈശ്വര ഇത് കോമഡി ആണോ, ഇത് ചിരിക്കുമോ, അങ്ങനെ ഒരു ടെൻഷൻ വരും. പിന്നെ ഇത് നിങ്ങളുടെ മുഖത്ത് നോക്കി, അതായത് ഞാൻ മഞ്ചേച്ചിയുടെയൊക്കെ മുഖത്ത് നോക്കിയല്ലേ പറയുന്നത്. അപ്പം എനിക്കറിയാം ഇവർ ചിരിച്ചില്ലെങ്കിൽ എനിക്കൊരു ടെൻഷൻ കൂടി വരും. കാരണം ഇനി ഒരു 2 മിനിറ്റോടുള്ള സാധനം എൻ്റെ കയ്യിലുള്ളൂ, ഇവരിപ്പോൾ കൂടി ചിരിച്ചില്ലെങ്കിൽ ഇതിപ്പോൾ തീരും, അങ്ങനെ ഒരു ടെൻഷൻ. ചിലപ്പോൾ ഒരു കൈവിട്ട കളിയൊക്കെ ഭയങ്കരമായിട്ടും നമ്മൾ കുറേ കൂടി ഇത് പൊലിപ്പിച്ചൊക്കെ പറയാൻ ശ്രമിക്കും. പിന്നെ മറന്ന് കയറാൻ നേരം ഞാനിങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ഇങ്ങനെ വാക്കുകൾ കിട്ടാതെ വരരുത്, നാക്കൊന്നും ഉളുക്കരുത്, മറന്നു പോകരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ബമ്പർ എന്നുള്ളത് അതൊക്കെ ഞാൻ അന്ന് കിട്ടിയില്ലെങ്കിൽ അതെൻ്റെ ദിവസമല്ല എന്ന് ഞാൻ വിശ്വസിക്കും. കിട്ടുവാണെങ്കിൽ അത് എൻ്റെ ദിവസമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് വാക്കുളുക്കിയിട്ടൊക്കെ നിന്ന് പോയാൽ നമുക്ക് ചില വാക്കുകൾ കിട്ടില്ല, നമ്മൾ സ്ട്രക്കായി പോയാൽ പിന്നെയും ഇവരെ അതിലേക്ക് ഇൻവോൾവ് ചെയ്ത് ചിരിപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. റീടേക്ക് ഒക്കെ ഉണ്ടോ? റീടേക്ക് ഇല്ല, പക്ഷെ നമ്മൾ ഇടയ്ക്ക് അങ്ങനെ 1 മിനിറ്റ് നിന്ന് പോയെന്ന് വെള്ളം കുടിച്ചാൽ പിന്നെ ഇവരെ നമ്മൾ ആദ്യം തൊട്ട് ചിരിപ്പിച്ചെടുക്കാന്ന് പറയും. അപ്പം നമ്മളെ നിർത്തിയ പോയിന്റ് വിട്ടാൽ പിന്നെ പറഞ്ഞു തുടങ്ങണ്ടേ. അപ്പം നമ്മൾ ചിരിച്ചിരിക്കുന്നവരൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെയും തുടങ്ങുമ്പോൾ അവരെ കൊണ്ടുവരാൻ കുറച്ച് പാടാം. ഞാനങ്ങനെ നിർത്താൻ ഇപ്പൊ ശ്രമിക്കാറില്ല. ഇല്ല. എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു പെർഫോമൻസ് അപ്പോൾ ഫുള്ള് ഞാനവിടെ ഇപ്പോൾ ചെയ്തതാ. ബാല്യകാലം ചില സംഭവം ഉണ്ട്, അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ഹാസ്യമായിട്ട് തോന്നും. ഞാൻ ഈ ബാല്യകാലത്തെ പറ്റിയിട്ട് പറഞ്ഞപ്പം അതിൽ ഞാൻ പറയാതെ ഒഴിച്ചു മാറ്റി വെച്ചൊരു ചിലരുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ ഈ ബുഫറ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി പോകുമ്പം ഈ 12 ഡിഷിലും 12 തവി കൊണ്ടിട്ട് ഇളക്കുന്നതും, പണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ ഒരു ചോറ് വെക്കുന്ന സമയത്ത് അതിനകത്ത് ചിലപ്പോൾ 7 വറ്റേ കാണുള്ളൂ. ആ 7 വറ്റിൽ നമ്മൾ വീട്ടിലുള്ള 7 പേരും കൂടെ കോരിയെടുത്തതിൻ്റെ ഒരു സുഖം ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കുറച്ച് സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അത് ശരിയല്ല, അതിലേക്ക് നമുക്ക് നൊസ്റ്റാൾജി വരുന്ന സംഭവമാണ്. ഞാനത് ടൈം കൂട്ടണമെന്ന് വെച്ച് മാറ്റി വെച്ചതാണ്. അങ്ങനെയുള്ള കുറച്ച് ബാല്യകാലത്തിൽ നമ്മളിങ്ങനെ മറ്റേ കറണ്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ കണ്ണടച്ച് എണ്ണൂല്ലേ കറണ്ട് വരുമ്പോൾ, അങ്ങനെയുള്ളത് മീൻ കോരാൻ പോകുന്നത്, നമ്മളിങ്ങനെ തോട്ടിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്നത്, അതുമായിട്ടൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ റിലേറ്റഡ്. അതൊക്കെ ഇപ്പം പറഞ്ഞാൽ അത് ഓടൂല. അത് അതിൻ്റെ ഇടയ്ക്ക് കയറ്റി പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടും അതവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും അവരുടെ പൊട്ടിച്ചിരിക്കുള്ളിൽ അത് ഭയങ്കര ചിരിയാണ്. അല്ലാതെ പറയുമ്പോൾ ഇതുപോലെ എനിക്ക് മസ്താനെ ഇങ്ങനെ രസിപ്പിച്ചിരുത്തുക എന്ന് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ ബമ്പറില്ലല്ലോ. എത്ര ബമ്പർ അടിച്ചിട്ടുണ്ട്? ഞാനിപ്പോൾ ഒരു 30 വരെയൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. 30 വരെയൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ബമ്പർ അടിച്ചത്? അങ്ങനെയൊന്നുമില്ല, ഞാനൊന്നുമല്ല. സ്കിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, എല്ലാ ഷെഡ്യൂളും വരുന്നവരുണ്ട്. അങ്ങനെ അതിനു മുമ്പ് അങ്ങനെ പിന്നെ ഞാൻ കണ്ടിന്യൂസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളിങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, മറ്റൊരു സ്കിറ്റാണ്. അപ്പോൾ അവരെല്ലാം ഷെഡ്യൂൾ 2 പേര് വെച്ചാണ്ട് പോകും. അപ്പം ഞാൻ ഇടയ്ക്കേ പോകുള്ളൂ. ഞാൻ അങ്ങനെ എന്നെ നോക്കിയിട്ടില്ല, എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും സ്കിറ്റിലേക്ക് എനിക്കിങ്ങനെ വിളി വന്നിട്ടുണ്ട്, എനിക്ക് വലിയ പരിചയമില്ലാതെ. എനിക്ക് ചോദിക്കും ഇത് പരിചയമായിട്ടാണോ നീ വന്നതെന്ന്. അത് അങ്ങനെയല്ല, പിന്നെ അത് പിന്നെ ഞാൻ ആദ്യം മുതൽ വരണം. അപ്പോൾ ആളുകൾ നോർമലി പറയുന്നത് നിനക്ക് പറ്റിയ പണിയല്ല, അതുകൊണ്ട് ഇപ്പം പറ്റുന്ന പണി അങ്ങ് ചെയ്തു പോകുന്നു. ആദ്യമായിട്ട് ഇത് സ്റ്റാൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോയത് മഴവിലിന്റെ വേറൊരു ഷോയിലായിരുന്നില്ലേ? ഇത് തന്നെയായിരുന്നു? സീരിയസ്ലി ഫണ്ണി. അതാണോ ആദ്യം? അല്ല, ഞാൻ മഴവില് ബമ്പർച്ചിരി തന്നെ വന്നേ. അതാണോ ആദ്യം? ഓക്കെ. ആദ്യമായിട്ട് നിന്നൊരു മൊമെന്റ് ഇപ്പോൾ ഓർക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? ആദ്യമായിട്ട് എനിക്ക് എങ്ങനെയാണ് പഠിച്ച് കൊണ്ടുപോയിട്ട് നമ്മളിങ്ങനെ എഴുതി പഠിച്ചത് അവിടെ ചെന്നിട്ട് ഇങ്ങനെ പറയുക, അതേ അറിയത്തുള്ളായിരുന്നു. ഇവരെ അത് രസിപ്പിക്കണം, ഇവർക്ക് റിലേറ്റഡ് ആണോ, പബ്ലിക് ഇത് ഏറ്റെടുക്കുമോ, കമൻറ്റ് ബോക്സിൽ എന്താണ് വരുന്നത്, ഇതിനെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല. പിന്നെ കുറച്ച് നമ്മളിത് പറഞ്ഞ് പഠിച്ച് കുറേയൊക്കെ സ്റ്റാൻഡപ്പ് കണ്ട് അങ്ങനെയാണ് എനിക്കിത് ഓക്കെ ഇങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞ് നമ്മുടേതായിട്ടൊരു ശൈലി കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടുപോയതാണ്. ഇപ്പം നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മൾ തന്നെ ബെറ്റർ ആക്കുക എന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പം ആദ്യം ആ സ്കിറ്റ് ചെയ്ത മായാവിയും ഇപ്പോൾ ഉള്ള മായാവിയും തമ്മിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്? ചേഞ്ചസ് ഇപ്പം
ഇപ്പം എനിക്ക് ഫ്രീ ആയിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞാൽ അതായത് പണ്ട് പറയുമ്പോൾ എനിക്ക് അതിൻ്റെ പിന്നെ കമൻറ്റ് ബോക്സ് എന്ത് വരുന്നു വേറെ ഒന്നും എനിക്ക് പ്രശ്നമല്ല. ഇപ്പം ഞാൻ ആലോചിക്കും ഇത് ആളുകൾക്ക് ആർക്കെങ്കിലും പ്രശ്നമാകുമോ, ഇതിന് മറ്റുള്ളവരത് എങ്ങനെ എടുക്കും, വേറെ ആൾക്കിത് വേദന വരുമോ, ചില വ്യക്തികൾക്കത് അങ്ങനെയുള്ള പ്രശ്നം അങ്ങനെയൊക്കെ നോക്കിയാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഒരാളെ കുറ്റം പറയുമ്പോൾ അതുപോലെയുള്ള കുറേ ആളുകൾ കാണുമായിരിക്കും. അവരൊക്കെ ഇതപ്പം പ്രശ്നമില്ല. ഞാനിപ്പോൾ പറയാം മസ്താനി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് ശരിയാണോ, അത് പറയുന്നതിന് മുമ്പ് ഞാൻ ശരിയാണോ എന്നൊക്കെ ഒരു ചിന്തകൾ വരും. അങ്ങനെയൊക്കെ കുറേ ഞാൻ അതിനെ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടൊക്കെ ഇപ്പോൾ എടുക്കുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട് ഇലക്ഷൻ എന്ന എക്സ്പീരിയൻസ്? ഇലക്ഷൻ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇലക്ഷന് ഒരുപാട് ആളുകളെ കാണാൻ പറ്റി, ഒരുപാട് ആളുകളോട് സംസാരിക്കാൻ പറ്റി. നമ്മളെങ്ങനെയാണ് നമ്മളെ പ്യുവറായിട്ടുള്ള കുറേ മനുഷ്യരെ നമ്മൾ കാണുകയാണ്. പിന്നെ ഇപ്പം കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് നീ ഇലക്ഷനിൽ നിന്നിട്ട് തോൽവി അല്ലെങ്കിൽ പരാജയപ്പെട്ടു തോറ്റുപോയി എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. എൻ്റെ വീടിൻ്റെ 2 വാർഡിനപ്പുറത്താണ് ഞാൻ നിന്നത്. അപ്പം ഒരു കുറച്ച് പേര് എന്നോട് പറയണം നമ്മുടെ ബ്രാഞ്ചിലുള്ള നമ്മുടെ ഏരിയ സെക്രട്ടറി അങ്ങനെയുള്ള ആളുകൾ മായ ഇങ്ങനെ ഒരു ഇതുണ്ട് മായക്ക് നിൽക്കാമോ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ചെറുപ്പം മുതൽ ഒരു ഇടത് ചായ കൊള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഇപ്പം ഞാൻ പറയണം മസ്താനി സ്കൂളിൻ്റെ ലീഡർ ആവണം എന്ന് പറഞ്ഞാൽ മസ്താനിക്ക് അതിനുള്ള ഒരു കമാൻഡിങ് പവർ ഉണ്ട് എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അപ്പം എനിക്കറിയാം കുറച്ച് അതായത് ഒരു 10-15 വർഷമായിട്ട് അതൊരു വേറെ അത് മറ്റു പാർട്ടിയുടെ എതിർ പാർട്ടിയുടെ സീറ്റിംഗ് വാർഡാണെന്നറിയാം. എനിക്കറിയാം ചിലപ്പോൾ ഇവിടെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും. എന്നാലും അത് നിൽക്കാന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ആ ഒരു അവസരം എന്ന് പറയുന്നത്. പിന്നെ പരാജയം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ ജയിച്ചാലും ഞാൻ തോറ്റാലും അല്ല ഞാൻ ജയിച്ചാലും മറ്റേ പുള്ളിക്കാരൻ ജയിച്ചാലും ജനങ്ങൾ ഒരു തോൽവി സമ്മതിക്കല്ലേ, ജനങ്ങൾ തോൽക്കരുതെന്നൊരു മൈൻഡാണ് എനിക്കുള്ളത്. അല്ലാതെ അതിന് വേറൊരു രീതിക്കില്ല. അവിടെ ചിലപ്പോൾ അങ്ങനെ കുറേ മനുഷ്യരെ കാണാൻ പറ്റി, കുറേ വീടുകൾ കാണാൻ പറ്റി, പ്യുവറായിട്ടുള്ള കുറേ ആളുകളെ ചേർത്ത് നിർത്താൻ പറ്റി. കുറച്ച് ദിവസങ്ങളെ ഉള്ളെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും ഒരു കണ്ടന്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റേഴ്സിനാണെങ്കിലും ന്യൂസിലാണെങ്കിലും ഒക്കെ പല രീതിയിലുള്ള കണ്ടന്റ്സ് ഉണ്ടായി. അപ്പോൾ നമ്മളിങ്ങനെ കുറേ പേരെ പല രീതിയിലും ട്രോൾ ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ട്രോൾസ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു? അവിടെ ട്രോൾസ് എന്ന് പറഞ്ഞാൽ മായാവി എന്നുള്ള പേര് തന്നെ എല്ലാ വീട്ടിലും ചെന്ന് ഞാനിങ്ങനെ പേര് പറയുമ്പോൾ തന്നെ അവർ ചിരിക്കും. ഒന്നാമത് അത് കുറച്ചൊരു ഉള്ളിലേക്ക് മാറട്ടെ. ഞങ്ങളുടെ വീടിന് 2 സ്റ്റോപ്പ് അപ്പുറത്താണ്. അപ്പം പിന്നെ TV-യിൽ പിന്നെ കുറേ പേർക്കൊന്നും ഞാൻ മുഖം കൊടുക്കാൻ പോയില്ല. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ അടുത്ത് വന്നിട്ട് എനിക്ക് ഭയങ്കര പെടിപ്പ് ഇലക്ഷൻ സമയത്ത് ഒരുപാട് പേര് കുറേ പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് നാളത്തെ പറ്റി ചിന്തിക്കുക, ഞാൻ എങ്ങനെയാവും, ഞാനൊരു മെമ്പറാവും എന്നൊന്നും അങ്ങനെയൊന്നുമില്ല. ഞാൻ അപ്പോഴൊക്കെ ഇങ്ങനെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിപ്പോവുക. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പരസ്യങ്ങളും ചെയ്തിട്ടില്ല. എൻ്റെ ഒരു പോസ്റ്റർ ഇടുന്നതല്ലാണ്ട് വേറെ ഒരു കാര്യങ്ങളും അവിടെ ഞാനിങ്ങനെ പ്രചരണത്തിന് നടക്കുന്ന വീഡിയോസ് പോലും ഞാൻ എടുത്തിട്ടുമില്ല, ഒരാളും എടുക്കാൻ ഞാൻ സമ്മതിച്ചിട്ടുമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ചാനലുകളിൽ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇതൊന്നും നമ്മുടെ ഈ വാർഡിലോട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. മായാവി ജയിക്കും എന്ന് പറയുന്നവരൊക്കെ ഈ വാർഡിന് പുറത്തുള്ളവരാ. അപ്പം അങ്ങനെ എനിക്ക് വേറെ രീതി ട്രോളുകളൊക്കെ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. കാരണം കുറേ ആളുകൾ സലീമേട്ടൻ്റെ ഇതൊക്കെ വെച്ചിട്ടിടുമ്പോൾ ഞാനത് കണ്ട് ചിരിക്കുകയും ചെയ്തത്. അത് അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ചിന്തിക്കുന്നത് പിന്നെ അപ്പുറത്തേക്ക് അവർ ചിന്തിച്ച് അതൊരു ക്രിയേറ്റിവിറ്റി ആണല്ലോ ഈ ഇതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നത്. അല്ലാതെ വേറെ തരത്തിൽ ഞാൻ പറഞ്ഞതിനെ വേറെ രീതിയിൽ വളച്ചൊടിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് വേദന വരുള്ളൂ. അല്ലാതെ നമ്മൾ പറഞ്ഞത് ഹാസ്യം അവരത് എടുക്കുന്ന ജെന്യുവിനായിട്ടുള്ള ഹാസ്യങ്ങൾ എനിക്കിഷ്ടമാണ്. ഞാൻ പറഞ്ഞതിനൊന്നും ആരും വളച്ചൊടിച്ചുകൊണ്ട് പോയില്ല. ഇല്ല, അങ്ങനെ ഇറക്കി ഒരാളെ ഭാഗ്യം കിട്ടിയില്ല. അത് അങ്ങനെ ഞാനെങ്ങും പറഞ്ഞിട്ടില്ല. ഭയങ്കര സൂക്ഷിച്ച് മാത്രം സഞ്ചരിക്കായിരുന്നു മുന്നോട്ട്. അതിനുശേഷമാണ് ഒരു വീഡിയോ ഇട്ടില്ലേ കരഞ്ഞിട്ടൊക്കെ. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനീ കരയണേ. അത് കുറേ ആളുകൾ എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് ചോദിക്കുകയാണ് നിനക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടെ. ഇത് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാനത് കഴിഞ്ഞിട്ട് വീട്ടിൽ ഇരിക്കുന്ന ഒരാളല്ല. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് ഞാനൊക്കെ പണ്ട് മുതലേ എന്തെങ്കിലും സംഭവിക്കുമ്പോഴേ വീട്ടിലിരിക്കേണ്ട ആളാണ്. എന്നെ സംബന്ധിച്ച് ഇത് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ മസ്താനെ ഇനി ഇൻ്റർവ്യൂസ് നിർത്തി, അല്ല ഇൻ്റർവ്യൂ പരിപാടിയെ നിർത്തി, ഇൻ്റർവ്യൂ ഇനി ഞാൻ ഒന്നിനും ഇരിക്കുന്നതല്ല. മസ്താനെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അവിടെയാണ് നമ്മുടെ വിജയം. നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ചില ആളുകൾ വന്നിട്ട് മായാവി തോറ്റല്ലേ എന്നും എൻ്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇട്ട് ചിലരൊന്നും അത് തോറ്റ മായാവിയല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അവരാ പോയിന്റിലാണ് നിൽക്കുന്നത്. ഞാനത് കഴിഞ്ഞ് കുറേ ഇങ്ങ് വന്നു. അവരിപ്പോഴും അത് സമ്മതിക്കുന്നില്ല. അവരവിടെ നിന്ന് മായ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.